ഇസ്രായേൽ ഹമാസിനെ ഒതുക്കി ഇപ്പോൾ അടുത്ത് ലക്ഷ്യമിട്ടിരിക്കുന്ന ഹൂതികളെയാണ്. ഹൂതിയുടെ സൈനിക മേധാവിയെ തന്നെ തീർത്തിട്ടുണ്ടല്ലോ. അതെ, അത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കയ്ക്ക് പോലും നടത്താൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അവരുടെ എത്ര കപ്പലുകൾക്ക്, അവരുടെ രാജ്യത്തേക്ക് വരുന്നതും പോകുന്നതുമായിട്ട് കപ്പലുകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട്. ലോകത്തിലെ എത്ര കപ്പലുകൾക്ക് നാശം വരുത്തിയിട്ടും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മിസൈലുകൾ അങ്ങോട്ട് വിടും, വിമാനം ചെല്ലും, ബോംബിടും. ഇത്രയല്ലോ. ഹൂതികൾക്കൊരു കുഴപ്പവും വന്നിട്ടേ. ഹൂതികളാണല്ലോ ഇപ്പം യമൻ ഭരിക്കുന്നത്. സനായി ആസ്ഥാനം, അതിൻ്റെ തലസ്ഥാനം, ഒറിജിനൽ തലസ്ഥാനം ആസ്ഥാനമാക്കി ഭരിക്കുന്നത് ഇവരാണ്. ഏതെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ ഗവൺമെൻറ്റിനെ മാറ്റി അവർ ഒളിച്ചോടി പലായനം ചെയ്ത് പോയിരിക്കുക. ഇതുകൊണ്ടാണ് നമ്മുടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെ താമസം ഉണ്ടായിട്ടുള്ളത്. ഒന്നേനെ അല്ലെങ്കിൽ വെറുതെ വിട്ടനെ. കാരണം അവിടെ ഒരു ഗവൺമെൻറ് തന്നെ ഇല്ല. ഇന്ത്യക്ക് നയതന്ത്ര ബന്ധവുമില്ല. നിമിഷപ്രിയയുടെ കാര്യം ഇപ്പോൾ മൂന്നാമതൊരു ഇടനിലക്കാരൻ വഴി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നിമിഷപ്രിയയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്. ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആ രാജ്യത്തേക്ക് കയറി ചെന്ന് വിമതന്മാർ ഭരിക്കുന്ന, റിബലുകൾ ഭരിക്കുന്ന ആ രാജ്യത്തേക്ക് കയറി ചെന്നിട്ട് അവരുടെ ഹൂതി സൈനിക കമാൻഡറായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഗമാരിയെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ പോലും പുറത്താക്കിയ ഒരു സംഘടനയുടെ കമാൻഡറെയാണ് കൊന്നിരിക്കുന്നത്. യമനീസ് ഗവൺമെൻറ്റിന് കഴിയാത്ത കാര്യം, യമൻ എന്ന് പറയുന്ന വലിയൊരു രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ മേധാവിക്ക് പോലും കഴിയാതിരുന്ന കാര്യം ഇസ്രായേൽ ദൂരെ ഇരുന്നുകൊണ്ട് ആ കൊച്ചു രാജ്യം ചെയ്തിരിക്കുന്നു. എന്തൊക്കെ മായാജാലങ്ങളെ അവർ കാണിക്കുന്നു, ഒട്ടും മനസ്സിലാവുന്നില്ല. അത് യുദ്ധത്തിനൊരു കരാറിൽ അതിന് ഒപ്പിട്ട് അതിൻ്റെ മഷി ഉണങ്ങും മുമ്പേ ഇത് ചെയ്തിരിക്കുന്നു. ഇത് ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പക്ഷേ അവരുടെ യുദ്ധതന്ത്രം അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. മരണവിവരം അറിയിച്ചത് ഹൂതികളാണ്. അപ്പോൾ അത് 100% സത്യം തന്നെയാണ്. ഇയാളുടെ കഷ്ടമെന്ന് പറഞ്ഞാൽ 13 വയസ്സുള്ളൊരു മകനുണ്ടായിരുന്നു. മക്കൾ ഇഷ്ടം പോലെ കാണും, ഭാര്യമാരും ഇഷ്ടം പോലെ കാണും. ആ മകനും കൊല്ലപ്പെട്ടതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ യമൻ പറഞ്ഞിരിക്കുന്ന ഹൂതികൾ ഇനി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും. പശ്ചിമേഷ്യ രംഗം വഷളാവുകയാണ്. ട്രംപ് പറഞ്ഞു കൊണ്ടാടിയ ആക്രമണം തിരിച്ചടിക്കും, പക്ഷെ എപ്പോൾ നിർത്താമെന്ന് ഇസ്രായേൽ തീരുമാനിക്കും. അതെ, അവസാന വിജയം ഇസ്രായേലിനാണ്. അതങ്ങനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ യുദ്ധത്തിലും. പക്ഷേ യുദ്ധം നടക്കും, അതാണ് അതിൻ്റെ കഷ്ടം. കുട്ടികൾ കൊല്ലപ്പെടും, സ്ത്രീകൾ കൊല്ലപ്പെടും, രോഗിണികൾ, അഭയാർത്ഥികൾ. ഇവിടെയാണ് അതിൻ്റെ കഷ്ടം. യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല. സമരങ്ങൾക്കിടവേളകളില്ല എന്ന് VS പറഞ്ഞതുപോലെ യുദ്ധങ്ങൾക്കിടവേളകളില്ല എന്നുള്ളതാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി. അതാണ് അതിൻ്റെ ദുരന്തവും. സെപ്റ്റംബർ അവസാനം യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സന്നായിലെ ഹൂതികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനമായിരുന്നു. ടാർഗറ്റ് ചെയ്തിരുന്നു, പക്ഷേ പൂർണ്ണമായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 28 സന്നായിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഇയാൾക്ക് പരിക്കേറ്റിരുന്നു. ഇയാൾ രക്ഷപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞ ടാർഗറ്റ് പൂർത്തിയായിരുന്നു. ഹൂത്തി പ്രധാനമന്ത്രിയായിട്ടുള്ള അഹമ്മദ് റഹാവി, അയാളാണിപ്പോൾ ഭരിക്കുന്നത്. അയാളുമായിട്ടാണ് നമ്മൾ ഇന്ത്യ ചർച്ച നടത്തേണ്ടത്, നിമിഷപ്രിയയെ വിട്ടുകിട്ടാൻ വേണ്ടി. അയാളുമായിട്ടായിരുന്നു, അതിന് പകരം വന്ന ആളെ ഇപ്പോൾ കൊന്നിരിക്കുന്നത്. ഈ ആളുമായിട്ടായിരുന്നു, അൽ ഗമാരിയുമായിട്ടായിരുന്നു ഇന്ത്യ ചർച്ച നടത്തേണ്ടിയിരുന്നത് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട്. കാരണം പട്ടാള ഭരണമാണ് അവിടെ. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പേരിന് മാത്രമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ സുരക്ഷയും ഇങ്ങനെ വിട്ടുകൊടുക്കണമെന്നുള്ള കാര്യവും പട്ടാളം തീരുമാനിക്കും. ഇന്ത്യ ആരുമായിട്ട് ചർച്ച ചെയ്യുന്നോ അയാൾ കൊല്ലപ്പെട്ടിരിക്കുക. അപ്പം ആ ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം വന്നിരിക്കുക. ആരുമായിട്ട് ചർച്ച നടത്തും? ഗവൺമെൻറ് ഇല്ല. വിമതരുടെ ഭരണകൂടത്തിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ ഇല്ല. ഇപ്പോൾ അവരുടെ സൈനിക കമാൻഡറായിട്ടുള്ള അൽ ഗമാരിയും കൊല്ലപ്പെട്ടു. നമ്മളിനി ആരുമായിട്ടാണ് ചർച്ച നടത്തുന്നത്? അതാണ് ഇന്ത്യയുടെ പ്രാധാന്യം. അവിടെ ഒരു വോയിഡ് വന്നിരിക്കുക. പുതിയ ആളിനെ നിയമിക്കും. പുതിയ ആളിനെ നിയമിച്ച ശേഷമേ ചർച്ച വീണ്ടും നടത്താൻ പറ്റും. ഇനി അയാൾ ഏത് തരക്കാരനാണോ അതനുസരിച്ചായിരിക്കും തീരുമാനം വരിക. ആ രാജ്യത്തെ ഒരു പൗരനെ, ഒരു മുസ്ലിമിനെ കൊന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പൗരനോടൊപ്പം നിന്ന് അയാളെ കൊന്നു എന്നുള്ളതാണ് കേസ്. അപ്പോൾ കേസിലുള്ള തീരുമാനം ഇവർ വ്യക്തിപരമായിട്ട് അങ്ങ് എടുക്കുക. അതാണ് വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അതിൻ്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു, കൊല്ലണമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭരണാധികാരിയായിട്ട് ഇനി വരുന്ന ആൾക്ക് തീരുമാനം എടുക്കണം. വേണം, ഇന്ത്യയാണ്, അതൊരു മുസ്ലിം വിരുദ്ധ രാജ്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അല്ല, പോട്ടെ, അഫ്ഗാനിസ്ഥാനുമായിട്ട് അവർ കൂട്ടാണല്ലോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പോട്ടെ. സൗദി അറേബ്യയുമായിട്ടും സൗഹൃദമാണല്ലോ.
അപ്പോൾ UAE സമഗ്ര വ്യാപാര കരാർ ഒപ്പിട്ട രാജ്യമാണല്ലോ എന്നൊക്കെ പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ വിടും. മതപരമാണ് തീരുമാനങ്ങൾ. ഇസ്രായേലിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് റെസ്റ്റ് ഇല്ലല്ലേ സാറേ? ഒരു രാജ്യം അടുത്ത രാജ്യം അങ്ങനെ നിരന്തരം യുദ്ധത്തിലാണല്ലോ ആ രാജ്യം. എന്നിട്ട് എന്തുകൊണ്ട് രാജ്യം പ്രതിസന്ധിയിലാകുന്നില്ല? ആ രാജ്യങ്ങളെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണ്. ഇസ്രായേൽ മാത്രമേ ഉള്ളൂ ഈ പ്രതിസന്ധി ഇല്ലാതെ പോകുന്നത്. അല്ല, അതാണ് നിരന്തര യുദ്ധത്തിലാണ്. പക്ഷെ അവരുടെ ഇപ്പോൾ ഹമാസിന്റെ ഒരു യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ അടുത്ത് ഹൂതിയെ ആക്രമിച്ചിരിക്കുകയാണ്. അതെ, നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രക്രിയകൾ എന്ന് പറയുന്ന പോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവരുടെ പ്രതിരോധമാണ്. യുദ്ധം, ഈ യുദ്ധമില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. നിരന്തരമായ യുദ്ധങ്ങൾ. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാർ, റേഞ്ചർമാർ, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർ, അവരുടെ ജീവിതം എന്ന് പറയുന്നത് നിരന്തര സംഘർഷങ്ങളല്ലേ? അല്ല സുഖിച്ചിരുന്ന ഓഫീസിലിരിക്കുന്ന ക്ലാർക്കുകളെ പോലെ സ്റ്റുഡിയോയിലിരിക്കുന്ന നമ്മളെ പോലെയാണോ അവരുടെ ജീവിതം? അതിനാണ് അവരുടെ ജീവിതം ഡിവോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? എപ്പോഴും ഏതെങ്കിലും ഒരു വൈൽഡ് ആനിമലിനെ തുരത്തുകയോ അല്ലെങ്കിൽ നാട്ടിലേക്ക് കയറിയതിനെ കാട്ടിനകത്താക്കുകയോ ഒക്കെ ചെയ്യേണ്ട പ്രക്രിയ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ കാട്ടിൽ കയറി വന നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്കാരെയും നിരീക്ഷിക്കണം. അതുപോലെ ചെക്ക് പോസ്റ്റിലെ പോലീസ് ഓരോ നിമിഷവും അവർ ഓരോ ലോറിയിലും വരുന്നത് എന്താണെന്ന് പരിശോധിക്കുക. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്ന പോലെ ഇസ്രായേൽ എന്ന രാജ്യം നിൽക്കുന്നത് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ മധ്യത്തിലായതുകൊണ്ട് അവരിൽ പലരും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പരീക്ഷണശാലകളായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇക്കോ സിസ്റ്റത്തിലാണ് അവരതുമായിട്ട് പൊരുത്തപ്പെട്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് ഇസ്രായേലിനെ ആക്രമിച്ച ചരിത്ര സന്ദർഭങ്ങളുമുണ്ട്. അതിനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബുദ്ധിപൂർവ്വം നേരിട്ട് വിജയിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. യെരുശലേം പള്ളി പോലും അവർ പിടിച്ചെടുത്തു. യെരുശലേം പള്ളി അത് പലസ്തീൻ്റെ കൈവശമായിരുന്നു. അത് അവർ പിടിച്ചെടുത്തു. അവരത് സ്വന്തമാക്കി. അവരുടെ ആരാധനാലയം അതുപോലും പിടിച്ചെടുക്കാനുള്ള കരുത്തും ശേഷിയും ചേമുഷിയും കാട്ടിയ ഒരു രാജ്യമാണ്. അവർക്ക് യുദ്ധമെന്ന് പറയുന്നത് വെറുമൊരു വ്യായാമം മാത്രമാണ്, ഒരു ദുരന്തമല്ല. പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് ഇതൊരു ദുരന്തമാണ്. യമനും അതല്ല, അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പ് ഒരു ചെറിയ അവസരം കിട്ടിയാൽ നാം കണ്ടതാണല്ലോ ഒക്ടോബർ 7. പക്ഷേ ഇപ്പോൾ ഹൂത്തികളെ കയറി ആക്രമിക്കേണ്ട ഒരു ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് അതിൻ്റെ സാഹചര്യം ബോധ്യമായിട്ടില്ല. നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഡിയുടെ കുറവും ഉണ്ടായിരിക്കാം. അങ്ങനൊരു പ്രകോപനം ഉണ്ടായതായിട്ട് ഏതെങ്കിലും മാധ്യമത്തിലൊരു വാർത്ത ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് കയറിയൊരു ആക്രമണം അവർ നേരത്തെ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാ, അന്ന് വിജയിച്ചില്ല. ആ ടാർഗറ്റ് ഇപ്പോൾ പൂർത്തിയാക്കിയതായിരിക്കും. അങ്ങനെയാണ് ഇവരുടെ. അല്ല, അത് അങ്ങനെയാണെങ്കിൽ ഇറാൻ ആക്രമണം ഉണ്ടായതോ? ഇസ്രായേൽ എന്തുകൊണ്ട് ഇറാൻ ആക്രമിച്ചു? അത് അമേരിക്ക പറഞ്ഞു കൊടുത്തിട്ട്. അത് തന്നെയാണ്, ആ പോയിന്റിലേക്ക് തന്നെ ഞാൻ വരുന്നത്. എൻ്റെ ഒരു വിശ്വാസം അമേരിക്ക പറഞ്ഞു കൊടുത്താണ് ഹൂത്തി തലവനെ കൊല്ലാൻ പറഞ്ഞത്. ഇത് ചെയ്യിക്കാനുള്ള അവിടുത്തെ ഒരു ഏജൻറ്റാണ്. അതായത് പത്മകുമാറിൻ്റെയും ഒരുപക്ഷെ എൻ വാസുവിൻ്റെയും ഏജൻ്റായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയാവുന്നതുപോലെ അതെ, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു ഏജൻ്റായിട്ട് ഇസ്രായേൽ പ്രവർത്തിച്ചതാണ് ഇറാന് നേരെ നടന്ന ആക്രമണത്തിൽ. എനിക്കത് പൂർണ്ണ ബോധ്യമുള്ള കാര്യം, കൺവിക്ഷനുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആയിരിക്കണം. ഇത് കൺവിക്ഷൻ ഇല്ല, പക്ഷേ ഞാനത് ഊഹിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫിനിഷ് ചെയ്തേക്കുന്നു. കാരണം അമേരിക്കയുടെ സുരക്ഷിതത്വത്തിന് അത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി അവരുടെ ഒരു മർദ്ദന ഉപകരണമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ സാറ് പറയുന്ന ഒരു ട്രംപിൻ്റെ ആയുധമാണ് ഇസ്രായേൽ എന്നാണ് ഞാൻ പറയുന്നത്. ട്രംപിൻ്റെ അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത എല്ലാവരെയും ആക്രമിക്കും, ഇല്ലാതാക്കാൻ വേണ്ടി അതിന് കഴിവുള്ള ഒരു രാഷ്ട്രം കൂടി. അതുകൊണ്ടാണ് അവർ മറ്റുള്ള രാജ്യങ്ങളെ ഏൽപ്പിച്ചതൊന്നും നടക്കില്ല. ബ്രിട്ടനെ ഏൽപ്പിച്ചാണ് പോകും, ഒന്നും നടക്കില്ല. ഇസ്രായേലിന് അതിൻ്റെ പ്രിസിഷനുണ്ട്, അതിൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട്. അത് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. രാജ്യത്തിന് വലിപ്പമൊന്നുമില്ല, പട്ടാളത്തിനും വലിയ വലിപ്പമൊന്നുമില്ല. പക്ഷേ ടെക്നോളജി, കട്ടിങ് ദി എഡ്ജ് ടെക്നോളജി തന്നെയാണ് വാർഫെയറിൽ. ഇപ്പോൾ ഇതിനിടയിൽ തന്നെ ട്രംപിൻ്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നല്ലോ, ഹമാസിനെയും തീർക്കുമെന്ന രീതിയിൽ. സമാധാന കരാർ ലംഘിക്കുകയാണെങ്കിൽ അത് കണ്ടീഷൻ. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകാൻ സാധ്യതയില്ല ഈ ഇടക്കാലത്തൊന്നും. അല്ല, ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഹമാസിൻ്റെ അവസാനത്തെ വേര് പോലും പിഴുതെറിയുന്നത് വരെ അവിടെ സംഘർഷഭരിതമായിരിക്കും, സംശയമൊന്നുമില്ല. കാരണം പ്രതികാരം, ഒരു യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. രണ്ടാം ലോക ആരുടെ പ്രതികാരമാണ്? ഇസ്രായേലിൻ്റെ ഹമാസിൻ്റെ? ഇസ്രായേലിൻ്റെ പ്രതികാരമാണോ ഹമാസിൻ്റെ പ്രതികാരമോ? ഹമാസിൻ്റെ പ്രതികാരം. ഇനി വരാൻ പോകുന്ന ഹമാസിൻ്റെ പ്രതികാരം. ഈ രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചത് എങ്ങനെ? ജപ്പാനെ തരിപ്പണമാക്കിക്കൊണ്ട്, അണുബോംബ് ഉപയോഗിച്ചു.
ജപ്പാൻ പ്രതികാരം ചെയ്തില്ല. എന്തുകൊണ്ടാണ്? അമേരിക്ക ജപ്പാനെ അങ്ങ് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ജപ്പാനെ വികസിപ്പിച്ചു. അതുകൊണ്ട് അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായി. കാരണം അവിടെ ഭരിക്കുന്നത്, രണ്ട് രാജ്യങ്ങളിലും ഭരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമുമല്ല. പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയല്ല, പ്രതികാര ദാഹികളാണ്. അവരുടെ മതബോധനം അതാണ്. അതൊരു പ്രത്യേക കൾച്ചറാണ്. അതാണ് ഗോത്രങ്ങളുടെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു ബാക്കി പത്രമാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.